ഇതാണ് അമ്മേന്റെ വീട്. കുറെ കാലം കൂടിയിട്ടാണ് ഇവിടെ ഒരു ദിവസം താമസിക്കാൻ വരുന്നത്. അമ്മമ്മ രാവിലെ തന്നെ അമ്മമ്മന്റെ പത്രവായനയില്ല. ഇതെന്താ എല്ലാ പേജും നിങ്ങൾ ഈ ചരമകോളം മാത്രം എപ്പോഴും നോക്കുന്നുണ്ട് അമ്മമ്മേ. ഇന്ന് അടക്കൊക്കെ എത്രയുണ്ട് വില? ശരി, എല്ലാ പേപ്പറിന്റെ എല്ലാ ഓഹോ മഞ്ചേരി കുടിവെള്ളം കൊണ്ടുവന്നോക്ക്. ഓഹോ അമ്മമ്മക്ക് ഒരു ദിവസം കംപ്ലീറ്റ് ആവണമെങ്കിൽ അന്ന് പത്രം വായിക്കണം. അത് നിർബന്ധം. അതും മാതൃഭൂമി മാത്രമേ വായിക്കുള്ളൂ. അമ്മമ്മ എത്ര കൊല്ലായി മാതൃഭൂമി വായിക്കുന്നത്? എത്ര കൊല്ലായി മാതൃഭൂമി പേപ്പർ വായിക്കുന്നത്? അന്ന് മുതൽ മാതൃഭൂമി മാത്രമേ വായിക്കുള്ളൂ. കൂടിയല്ലോ വായിക്കേ. പണിയില്ലാലോ. അമ്മമ്മേന്റെ അന്നൊക്കെ അമ്മമ്മ വൈകുന്നേരം പത്രം വായിക്ക. എന്നിട്ട് ഇവിടെ കിടന്ന് ഒരു ഉറക്കം കൂടെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അമ്മമ്മേന്റെ ദിവസം കംപ്ലീറ്റ് ആവില്ല. അമ്മമ്മയും ഇളയ മാമൻ ആൻഡ് ഫാമിലിയാണ് ഇവിടെ താമസിക്കുന്നത്. മാമൻ ആക്ച്വലി ഇപ്പൊ ഇവിടെ ഇല്ല. ജൂഡോ ജൂഡോ ഓൺ ആക്ഷൻ. മാമന്റെ മക്കളാണ് ആത്മജിയും ആത്മികയും. അവര് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഇടയിൽ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവരെ സ്കൂൾ ബസ് വരുന്ന സ്ഥലം വരെ കൊണ്ടുവിടുന്നതും വൈകുന്നേരം തിരിച്ചു കൊണ്ടുവരുന്നതൊക്കെ ജൂഡോന്റെയും കൂടെ ഉത്തരവാദിത്തമാണ്. അവന് കറക്റ്റ് ടൈം അറിയാം. അവൻ ആ സമയം ആകുമ്പോഴത്തേക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കും. വൈകുന്നേരം പോട്ടോ. ഫാഷൻ ഗേള് ക്ലാസ് പോവാ. അങ്ങനെ 2 ദിവസത്തെ ലീവിന് ശേഷം മാള് വീണ്ടും ക്ലാസ്സിന് പോവാണ്. പോയി പഠിച്ച് ജോലിയൊക്കെ വാങ്ങി വാ മോളെ. ബൈ. മാള് പോയപ്പോഴത്തേക്ക് അടുത്തയാള് വന്നു. ഹലോ, ഞാൻ ഇന്നലെ രാത്രി. ഇതാണ് എന്റെ മൂത്ത മാമൻ. ആള് പറമ്പിൽ എന്തൊക്കെയോ ചില്ലറ പരിപാടികളൊക്കെ ആയിട്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കയറി വന്നതാണ്. ഞങ്ങളിവിടെ ഉള്ളത് ആൾക്ക് അറിയില്ലായിരുന്നു. ഇത് ഞങ്ങളുടെ ഒരു കുട്ടിക്കാല ഓർമ്മയാണ്. ഇത് ഷാപ്പ് അലകിയല്ലോ അല്ലെ? മാറിയില്ലേ? അല്ലേ വെള്ളാരങ്കല്ല്? കത്തിയാണോ വെക്ക? ഇപ്പൊ എല്ലാരും മെഷീനിലൊക്കെയാ ചെയ്യുന്നത്. എങ്ങനെ വെള്ളാരങ്കല്ലെന്ന് വെച്ച് ആരും തയ്ക്കാൻ നിൽക്കില്ല. മൂർച്ച ഉണ്ടാവില്ല. ഓഹോ, ഇതൊരു ഓൾഡ് മെത്തേഡാണ്. ഈ കത്തിക്കൊക്കെ മൂർച്ച വെക്കാൻ വേണ്ടിയിട്ട് മരത്തിന്റെ മുകളിൽ കുറച്ച് വെള്ളാരം കല്ല് പൊടിച്ചിടുന്നിട്ട് അതിന്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ അണയ്ക്കും. അമ്മേന്റെ വീട്ടിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് വയല്. അവിടെ നമുക്ക് കുറച്ച് സ്ഥലവും കൃഷിയൊക്കെ ഉള്ളതാണ്. ഇന്ന് വയലിൽ പണിയുള്ള ദിവസമായിരുന്നു. ഉഷേച്ചി പോകുന്ന കണ്ടപ്പോൾ ഞാനും വെറുതെ പിന്നാലെ പോയതാണ്. വയലിലേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിലും വയലൊക്കെ ഒന്ന് കാണാലോ. അപ്പുറത്തെ കരക്കൂടെ വരണം, അല്ലെങ്കിൽ അതിൽ കൂടെ വരണം. അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് ചെളിയാണല്ലോ, വരുമ്പൊന്നും കാണുന്നില്ല. എന്റെ കുട്ടിക്കാലം മുതലേ ഞാൻ കാണുന്ന കുറച്ച് കഥാപാത്രങ്ങളിൽ ഒരാളാണ് ഉഷേച്ചി. അപ്പോൾ ഉഷേച്ചി ഇന്ന് തലചെത്താൻ വേണ്ടി വന്നതാ. ഈ തലചെത്തുന്ന പരിപാടി ഏതൊക്കെ നാട്ടിലുണ്ടെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ നെല്ലൊക്കെ 2 പ്രാവശ്യം, അതായത് നെൽച്ചെടി ഒരു ലെവലിലേക്ക് മുന്തിക്കഴിഞ്ഞാൽ അത് അടിയിൽ നിന്ന് വെട്ടും. അതിനുശേഷം വീണ്ടും വളർന്നിട്ടാണ് നെല്ല് ആയിട്ട് നമ്മൾ കൊയ്തെടുക്കുന്ന ഒരു അവസ്ഥ. ഇങ്ങനെയാണ് തലചെത്തിയാൽ ഉണ്ടാവുക. അതായത് ഈ നെൽച്ചെടിയൊക്കെ അറൗണ്ട് ഒരു 1 മീറ്റർ ഉയരത്തിൽ പൊങ്ങിക്കഴിഞ്ഞാൽ അടി വെച്ചിട്ട് ഇങ്ങനെ വെട്ടും. ഇതുപോലെ ഓരോ കറ്റയാക്കിയിട്ട് ഇങ്ങനെ കെട്ടും. ഇതൊക്കെ തലചെത്തി വെച്ചിരിക്കുക. ഇപ്പോൾ കുറച്ച് ദിവസമായി തോന്നും, കാരണം അത് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ തലചെത്തിയ ഭാഗത്തൊക്കെ പുതിയ നാമ്പുകളൊക്കെ വന്നിട്ടുണ്ട്. കായണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അമ്മേന്റെ വീട്. പേരാമ്പ്രയ്ക്ക് അടുത്തുള്ള കായണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അമ്മേന്റെ വീട്. അവിടെ കായണ്ണ ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് വലിയൊരു അമ്പലമൊക്കെ ഉണ്ട്. ഈ റോഡിന്റെ കരയിലായിട്ട് ഇവിടെ ഒരു ചെറിയ തോടൊക്കെ ഉണ്ട്. ഈ തോട്ടിൽ ഒരു എഴുത്തച്ഛൻ പറഞ്ഞിട്ടൊരു ജീവി ഉണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ അങ്ങനെയാണ് ആ പേര് വെച്ചത്. അതാ ഈ സംഭവം ഇതിങ്ങനെ പോകുന്ന സമയത്ത് വെള്ളത്തിൽ ഇങ്ങനെ വര വീഴും. അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിനെ എഴുത്തച്ഛനായിരുന്നു വിളിക്കുക. എന്താണ് ഇതിൻ്റെ ശരിക്കുള്ള പേരൊന്നും അറിയില്ല. അമ്മമ്മ പറഞ്ഞു അത് എഴുത്തച്ഛനാണെന്ന്. ഞങ്ങളതങ്ങോട്ട് വിശ്വസിച്ചു. ഞാനിവിടെ ഇരുന്നിട്ട് കത്തിയടിക്കുന്ന സമയം കൊണ്ട് ഉഷേച്ചി അപ്പുറത്തെ കരയിൽ പോയിട്ട് ഓൾറെഡി ചെത്തി വെച്ച് തലയൊക്കെ ആയിട്ട് തിരിച്ചു വരുന്നുണ്ട്. ആരോ ഒരാൾ ഹെൽപ്പ് ചെയ്യാനും ഉണ്ട്. നിങ്ങളാ ചളി കൂടെ എങ്ങനെ കൊണ്ടുവരുന്നു ഉഷേച്ചിയെ? ഞാൻ അതുകൊണ്ട് അങ്ങോട്ടേക്ക് വരാഞ്ഞേ. പോവാ.
കാണുന്ന പോലെയല്ല, ഈ കറ്റയ്ക്കൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. നമ്മളൊക്കെ ചെറുതാവുന്ന സമയത്ത് നമ്മുടെ പ്രായത്തിനനുസരിച്ച് ഒരു കറ്റ 2 കറ്റയൊക്കെ നമ്മുടെ തലയിലും വെച്ച് വരും. അപ്പം കൂടുതൽ കറ്റ എടുക്കുന്നതിനനുസരിച്ച് നമ്മൾ വലുതായി എന്നുള്ള ഒരു ഫീലും ആ ഒരു പ്രൗഡൊക്കെ ആയിട്ട് എന്തോ അവാർഡ് കിട്ടിയ പോലെയൊക്കെ കൂടുതൽ കറ്റയൊക്കെ ആയിട്ട് വന്നിട്ടുള്ളൊരു കാലമുണ്ട്. ഇപ്പത്തൊന്നും അങ്ങനെയൊന്നും വലുതാവണ്ടായിരുന്നു. അമ്മേ നമ്മള് വയലിൽ ഏത് നെല്ലാട്ടെ? ഒറീസ. ഒറീസയോ? അപ്പൊ മുണ്ടോൻ ആരും ഇടല്ല? മുണ്ടോൻ ഏ പണ്ടൊക്കെ നെല്ല, ഇപ്പം പണ്ടൊക്കെ നെല്ലൊന്നുമില്ല. അപ്പൊ ഏത് കൊല്ല നമ്മള് ഏത് മാസം ഇതാക്കുക കൊയ്യ? കൊയ്യോ? ആ മകരാസാണ്. ആ കുംഭം മകരോ? കുംഭത്തിലിട്ടിട്ട് മകരത്തിലാ? കന്നി തുലാം നിർത്തുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം കൊയ്യ. ധനുവില് മകരത്തില് അല്ലേ? നമ്മൾ ഏത് മാസം ഇടുക? കുംഭത്തില്. ആ അതാണ് സംഭവം. അപ്പൊ നമ്മൾ തല ചെത്തുന്നത് കുംഭത്തിലിട്ടാല് മീനം, മേട, ഇടവം, മിഥുനം, കർക്കിടകം, 6ാമത്തെ മാസം തല ചെത്തു. ആ ഓക്കെ. 6 മാസം ആയിട്ടാലോ? മീനം, മേട, ഇടവം, മിഥുനം. കർക്കിടകം കഴിഞ്ഞിട്ട് ചിങ്ങായില്ലല്ലോ, 6ാമത്തെ മാസമായില്ലേ? ചെത്തല് നിർത്താനാ. അതാ ശരി. ഓ ഇനി ചെത്താൻ പാടില്ല. അപ്പൊ നമ്മൾ ലേറ്റാ? ഇത് തന്നെ ഇച്ചിരി അധിക. അപ്പൊ ഏത് മാസത്തിൽ തലയെത്തണോ? നല്ലോണം മുന്തിയാല് ഓഹോ. എന്താണ് വിശേഷങ്ങൾ? വരണം മിസ്റ്റർ ഇന്ദുചൂടൻ. ഇവിടെ എന്താ കുടുംബസംഗമാന്നൊക്കെ ആൾക്കാർ വിചാരിക്കട്ടോ എല്ലാരും വന്നിട്ട്. മാമ നമ്മളിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അമ്മേന്റെ ചേച്ചിയും അനിയത്തിയും കൂടെ വന്നു. ഉച്ചയായി, എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുക. വലിയമ്മയൊക്കെ വീട്ടിൽ നിന്ന് കുറച്ച് സ്പെഷ്യൽസ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളതുകൊണ്ട് കൂടുതൽ കറികളൊക്കെ ഉള്ള ഒരു അടിപൊളി ലഞ്ച്. വേറൊരാളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു, വലിയമ്മേനെ കാണിച്ചിട്ടില്ല. ഇതാണ് അമ്മയുടെ 2ാമത്തെ ചേച്ചി. ഇത് ആക്ച്വലി ഒരു വലിയ ഫാമിലിയാണ്. അമ്മമ്മയ്ക്കും അമ്മച്ചനും കൂടെ ആകെ 9 മക്കളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ശരി അമ്മമ്മ, പോയി വരാം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളിതേ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്, അതായത് അമ്മേൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇവരുടെ ഒരു ബന്ധു മരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീട്ടിലൊന്ന് കയറിയിട്ട് പോകാൻ വേണ്ടിയിട്ട് അമ്മേൻ്റെ അനിയത്തിയും ചേച്ചിമാരൊക്കെ വന്നതാണ്. അമ്മയ്ക്ക് വേറൊരു ചേച്ചിയും കൂടെ ഉണ്ട്, ആളിതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ആളെ പകുതി വഴി നേടുന്നതൊക്കെ കുറിച്ച് കാണാമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടെ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് മാമൻ്റെ വീട്ടിൽ കയറിയതാ. അപ്പം ഇവിടെ ചെക്കിപ്പഴം പഴുത്തിരിക്കുന്നു. തെച്ചിപ്പഴം അല്ലെങ്കിൽ ചെക്കിപ്പഴം എന്നൊക്കെ പറയുന്ന സംഭവമല്ലേ, ഞങ്ങളുടെ ഒരു കുട്ടിക്കാല നൊസ്റ്റാണ് സാർ. നിറയെ പഴുത്തിട്ടുണ്ട്. ഇതൊക്കെ പാമ്പ് കൊത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ പണ്ട് കഴിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. ഇത് ആക്ച്വലി ഏതോ കിളി കൊത്തിയതാ, പാമ്പൊന്നും ആയിരിക്കില്ല. പക്ഷെ എന്നാലും കഴിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. എന്നിട്ട് നമ്മൾ കാണാണ്ട് കട്ടിട്ടൊക്കെ അത് പറിച്ച് കഴിക്കും. ഇവിടെ വേറെ ആൾക്കാരുണ്ടതാ. നമുക്ക് ആ സുന്ദരീനെടുത്തേ, ഇവിടെ വീട്ടിൽ നിന്ന് പഴയ ബ്യൂട്ടീനെ പോലത്തെ. നല്ല സുന്ദരനാ. സുന്ദരനാ? ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഇങ്ങനെ ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു മോള്. രോഗം കൂടുതല. ആ എല്ലാരും ഇവിടെ നിരത്തി കൊഞ്ചിക്കുന്നേ. ഇപ്പം നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയില്ല. ഞങ്ങളൊരു സമ്പൂർണ്ണ മൃഗസ്നേഹി കുടുംബമാണ് കേട്ടോ. ഏതെങ്കിലും ഒരു ജീവി അത് വീട്ടിൽ മസ്റ്റാ. അപ്പോഴേക്കും മാമിന്റെ മോളും കൂടെ വന്നു. അവളെയും കൂടെ കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. നിന്നെ കാത്തുന്ന ഞങ്ങൾ പോവാൻ നിൽക്കരു അല്ലേ? ഓ എല്ലാരും ഉണ്ട്. ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ അമ്മയുടെ ഏറ്റവും മൂത്ത ചേച്ചീന്റെ വീട്ടിലേക്കാണ്. ഇവിടെയുണ്ട് കുറച്ച് ഫർ ബേബീസ്. ആരത്? 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 ഹായ് ഹായ് ഹായ്. ഇടിക്കുമ്പോ ഷേക്കേണ്ടതാ. ഐ നക്കാനല്ല, ഷേക്കേണ്ടതാ. ഐ ആ കിട്ടിപ്പോയി. ഞങ്ങൾ കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് വേഗം തന്നെ ഇറങ്ങി. വല്യച്ഛനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ വല്യച്ഛൻ്റെ അടുത്തൊരു ബൈ ഒക്കെ പറഞ്ഞിട്ട് നേരെ വീട്ടിൽ പോവാണ്. ടാറ്റാ ബൈ ബൈ. ഓക്കെ. തിരിച്ച് നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് സന്ധ്യയായി. കൂടെ കൂട്ടാത്തതിൽ ജൂനോന് മൊത്തം പരിഭവങ്ങളും ബഹളങ്ങളും ഒക്കെ ഇനി പരിഹരിക്കലാണ് അടുത്ത പരിപാടി. അപ്പോൾ പിന്നെ കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല. റെസ്റ്റ് മോഡ്. ബൈ ബൈ.